പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭൂമിയാവുകയാണ്. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റിൽ അമേരിക്കൻ സേനയുടെ ഇന്ധന ടാങ്ക് തകർത്തു. ബഹ്റൈനിലെ ഷേഖ് ഈസ വിമാനത്താവളത്തിലേക്കും ആക്രമണമുണ്ടായി. ഹോർമുസിൽ 2 ചരക്ക് കപ്പലുകൾ ഇറാൻ ആക്രമിച്ചു. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി. സുരേഷ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പശ്ചിമേഷ്യയിലെ ആശങ്കയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നതിന് സമാനമായി ഒരു യുദ്ധ സാഹചര്യം തന്നെ, അല്ലെങ്കിൽ യുദ്ധ സാഹചര്യം രൂക്ഷമാവുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത്. ശ്രീജ, അങ്ങനെ തന്നെ വേണം കാണാൻ. കാരണം കഴിഞ്ഞ 70 ദിവസത്തിന് ശേഷം ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ ഇന്നുമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ 5 ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയെങ്കിൽ ഇന്ന് മിഡിൽ ഈസ്റ്റിലെ 3 രാജ്യങ്ങളിലേക്കാണ് ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നത്. കുവൈറ്റിൽ വലിയ ആക്രമണം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും വലിയ ആക്രമണം നടത്തി, ജോർദാനിലേക്കും ആക്രമണം നടത്തി. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാക്കുന്നത്. അതിൽ വലിയ ആക്രമണം നേരിടേണ്ടി വരുന്ന 2 രാജ്യങ്ങൾ കുവൈറ്റും ബഹ്റൈനുമാണ്. കുവൈറ്റിലെ 3 ഇടങ്ങളിലേക്കായിട്ട് ആക്രമണം നടത്തി. കര അതിർത്തിയിലേക്ക് ആക്രമണം നടത്തി, ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച്. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ അമേരിക്കയുടെ സൈനിക താവളത്തിലെ ഇന്ധന ടാങ്ക് തകർത്തു. മറ്റൊന്ന്, മിസൈൽ സംവിധാനങ്ങൾക്കൊക്കെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ബഹ്റൈനിലുണ്ടായിട്ടുള്ള ആക്രമണം. ആൾതാമസമുള്ള സ്ഥലങ്ങളിലേക്ക് പോലും ആക്രമണം നടത്തുന്ന സാഹചര്യമാണ് ബഹ്റൈനിൽ ഉണ്ടായത്. പുലർച്ചെയാണ് ഡ്രോണുകളും മിസൈലും ഉപയോഗിച്ചിട്ടുള്ള ആക്രമണ ശ്രമങ്ങളൊക്കെ ഉണ്ടായത്. ഇതൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ് ആക്രമണത്തിന്റെ ആഴം കുറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ പ്രവാസികൾക്കുണ്ടാകാവുന്ന ആശങ്കയുടെ കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവധിക്കാലം തുടങ്ങിയിരിക്കുകയാണ്. സ്കൂളുകൾക്കൊക്കെ അവധി തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത മാസം പകുതിയാകുമ്പോഴേക്കും ഓണത്തിന്റെ സീസണൊക്കെ ആകുന്നു. അപ്പോൾ ധാരാളം ആളുകൾ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. ആ സമയത്താണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ വ്യോമപാത അടയ്ക്കുമോ, വിമാന സർവീസുകൾ തടസ്സപ്പെടുമോ, വിമാന യാത്രാ നിരക്ക് കുത്തനെ കൂടുമോ, ഇങ്ങനെയുള്ള പല ആശങ്കകളും ഇപ്പോൾ പ്രവാസികൾക്ക് ഉണ്ട്. വിപണിയെയും സാരമായി തന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സുരേഷ്, ഇപ്പോൾ എണ്ണവില വളരെ ഗണ്യമായി തന്നെ കുതിച്ചുയരുന്നുണ്ട്. ഓഹരികൾ തകർച്ചയിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് വീണ്ടും നമ്മൾ എന്തൊക്കെയാണോ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ കണ്ടിരുന്നത്, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് കണ്ടിരുന്ന ആ അവസ്ഥയിലേക്ക് തന്നെ സമ്പദ് വ്യവസ്ഥയും തിരിച്ചു പോവുകയാണ്. തീർച്ചയായും. കാരണം അതിൽ ഏറ്റവും പ്രധാനം ഹോർമൂസിലുണ്ടാകുന്ന അനിശ്ചിതത്വമാണ്. ഇപ്പോൾ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഹോർമൂസിൽ 2 ചരക്ക് കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു ഇന്നലെ രാത്രി. ആ 2 ചരക്ക് കപ്പലുകളുടെയും നാവിഗേഷൻ സംവിധാനമാണ് ഇറാൻ തകർത്തത്. നേരിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണം അതോടൊപ്പം തന്നെ നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള നാവിഗേഷൻ സംവിധാനങ്ങൾ തകർക്കുന്നത്. ചരക്ക് നീക്കം ഹോർമൂസിലൂടെ സാധാരണ രീതിയിൽ സാധ്യമല്ലാത്തിടത്തോളം കാലം നമ്മൾ ഈ പറയുന്നത് പോലെ അവശ്യ സാധനങ്ങളുടെ വില വർധനയുണ്ടാകും. മറ്റൊന്ന്, ഈ ഇന്ധന വിലയിലെ വർധന ശ്രീജ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 3% വർധന അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്കുണ്ട്. ഇന്നലെ ഉണ്ടായ വർധന 5%. അതിന് തൊട്ട് മുൻപുണ്ടായ വർധന 2%. ഇങ്ങനെ ഏതാണ്ട് 10% വർധന കഴിഞ്ഞ 3 ദിവസങ്ങൾ കൊണ്ട് മാത്രം അസംസ്കൃത എണ്ണയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് $70 ഒക്കെ അടുത്ത്, $70 താഴെ വന്നിട്ടുള്ള വില $75-78 എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്ധന നീക്കം സാധ്യമാകുന്നില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഖത്തറിന്റെ LNG ടാങ്കർ ഹോർമൂസിൽ വെച്ച് ആക്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ LNG നമ്മുടെ നാടുകളിലേക്കൊക്കെ വരുന്നത് കുറയുന്നു. ഇത്തരത്തിൽ അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനയുണ്ടാകും. അതുപോലെ തന്നെയാണ് തെക്കൻ ഇറാനിൽ നടക്കുന്ന രൂക്ഷമായിട്ടുള്ള ആക്രമണം. ഇന്നലെ രാത്രി ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്ക നടത്തി. ബന്ദർ അബ്ബാസിൽ ആക്രമണമുണ്ടായി, ബുഷൈമിൽ ആക്രമണമുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിൽ 12 ഇടങ്ങളിലായിട്ട് ആക്രമണം നടത്തിയെന്നാണ് അമേരിക്കൻ സെൻട്രൽകോം അറിയിക്കുന്നത്. അപ്പോൾ ഹോർമൂസിൽ ഇത്തരത്തിൽ ചരക്ക് ഗതാഗതം തടസ്സപ്പെടുന്നു. അതോടൊപ്പം തന്നെ തെക്കൻ ഇറാനിൽ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ ഭാഗത്തുനിന്നും തിരിച്ചടി ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഇതൊന്നും ഉടനെ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥയാണ് ശ്രീജ.